പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോഴത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല ശരിക്കും. എന്താണ്, പണ്ട് മുതലേ ദൈവത്തിൻ്റെ ഒരു രീതിയാണ്, പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ്. കാര്യം, നമ്മൾ ദൈവത്തിൻ്റെ വചനങ്ങൾ കൃത്യമായിട്ട് പാലിച്ചു പോയാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന സമയം അതിവേഗമാക്കുമെന്ന്. അതാണ് ഈ 81 സങ്കീർത്തനയിലെ 81 സങ്കീർത്തനം 14 വാക്യം. ഈ ഉടമ്പടിയുടെ ഒരു ഫോർമുലയാണ് പറയണത്. എന്താ പറയണത്? സങ്കീർത്തനം 81:14 13 തൊട്ടുണ്ട്. 81:13-14 എന്താ പറയണത്? എൻ്റെ ജനം, ഏറ്റു പറഞ്ഞ്, എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ ഇസ്രായേൽ എൻ്റെ മാർഗത്തിൽ ചരിച്ചിരുന്നെങ്കിൽ അതിവേഗം അവിടെ വൈരികളെ ഞാൻ കീഴ്പ്പെടുത്തുമായിരുന്നു. അതാണ് സംഭവം. അല്ലാതെ ഒറ്റപ്പെട്ട കാനായിലെ വിഷയമല്ല ഇത്. പണ്ട് മുതലേ ദൈവത്തിൻ്റെ ഒരു നിലപാടാണ്. എന്താണ്? എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ. ഒന്ന് പറഞ്ഞേ, ഞാൻ അതിവേഗം അവരുടെ ശത്രുക്കളെ കീഴ്പ്പെടുത്തുമായിരുന്നു. രണ്ട് കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ഒന്നെന്താണ്? 83 സങ്കീർത്തനം 81:13 എന്താ പറയണത്? എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ. ഏറ്റു പറഞ്ഞേ, എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ. എൻ്റെ അർത്ഥം എന്താണ്? അവൻ പറയണത് പോലെ ചെയ്തിരുന്നെങ്കിൽ. അത്രേ ഉള്ള സംഭവം. ഇതാണ് ഉടമ്പടി എന്ന് പറയണത്. അവൻ പറയണത് പോലെ ചെയ്തിരുന്നെങ്കിൽ, എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അതിവേഗം. അതാണ് സമയച്ചുരുക്കം. ഉടമ്പടിയുടെ സമയച്ചുരുക്കം അതാണ്. എന്താണ്? 81:14 ഏറ്റു പറഞ്ഞ്, അതിവേഗം അവിടെ വൈരികളെ ഞാൻ കീഴ്പ്പെടുത്തുമായിരുന്നു. അപ്പം ദൈവമാണത് ചെയ്യണത്. നമ്മുടെ ജീവിതം ഇപ്പം ദിവ്യയ്ക്ക് അതിവേഗം എന്ന രീതിയിൽ സമയച്ചുരുക്കം ഉണ്ടാക്കിയിട്ട് 2 കുഞ്ഞുങ്ങളെ കൊടുത്തു. ആരാണത് ചെയ്യണത്? ദൈവമാണത് ചെയ്യണത്. അപ്പം നമ്മൾ ദൈവവചനത്തോട് വിശ്വസ്ത കാണിക്കുമ്പോൾ ദൈവം സമയച്ചുരുക്കം കാണിക്കും. ഇത് സമയത്തിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ ഇടപെടലെ സുനിശ്ചിതമാക്കാനും അതിവേഗമാക്കാനുമുള്ള ഒരു സംവിധാനമാണ്. എന്താണ്? എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ. ഒരു സിമ്പിളാണ്. അപ്പോഴേ ചില ആൾക്കാർ ദൈവത്തിൻ്റെ വചനമൊക്കെ കേൾക്കും. പിന്നെ ആദ്യ ഘട്ടമൊക്കെ കേൾക്കും, 2ാം ഘട്ടത്തിൽ പബ്ബടിക്കും. അതാണ് പ്രശ്നം. ആൾക്കാർക്ക് വരുന്നൊരു കുഴപ്പം ഇതാണെന്ന് വെച്ചാൽ ആദ്യ ഘട്ടം ഭയങ്കര ഉശിരോടുകൂടി കേൾക്കും. 2ാം ഘട്ടം വരുമ്പോൾ അവർ തളരും. അവർ തളരുമെന്ന് പറയുമ്പോൾ എന്ത് സംഭവിച്ചാൽ അവർ ഉറങ്ങുമെന്ന് ഞാൻ പറയത്തുള്ളൂ. എന്താണ് ഉറക്കം? കർത്താവിൻ്റെ വാക്ക് കേൾക്കാതിരുന്നത് എപ്പോഴാണ്? ശിഷ്യന്മാർ എപ്പോഴും കർത്താവിൻ്റെ വാക്ക് അവർ കേട്ടായിരുന്നല്ലേ. കർത്താവിൻ്റെ വാക്ക് കർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കേൾക്കാതിരുന്നത് ഒരു സമയത്ത് മാത്രമേ ഉള്ളൂ. കർത്താവിൻ്റെ വാക്ക് കർത്താവിൻ്റെ സ്വന്തം ശിഷ്യന്മാർ എന്നുവെച്ചാൽ യൂദാസൊന്നുമല്ല. യൂദാസ് പണ്ടേ കേട്ടിട്ടില്ല. അതേപോലെ അവൻ ശിഷ്യനായിട്ട് നമുക്ക് കൂട്ടിയിട്ടില്ല, കർത്താവും കൂട്ടിയിട്ടില്ല. ബാക്കി 11 പേരുണ്ടല്ലോ. ഈ 11 പേര് കർത്താവിൻ്റെ വാക്ക് കേൾക്കാതിരുന്നത് ഒറ്റ പ്രാവശ്യമേ ഉള്ളൂ. എവിടെ വെച്ചാണത്? ഗെത്സെമനിയിൽ വെച്ച്. ഗെത്സെമനിയിൽ വെച്ച് കർത്താവ് എന്താ പറഞ്ഞത്? 1 മണിക്കൂറെങ്കിലും നിങ്ങളെ എന്നോട് കൂടെ ഉണർന്നിരിക്കണം. അപ്പോഴേ പക്ഷേ കർത്താവ് വീണ്ടും വരുമ്പോൾ പത്രോസൊക്കെ ഭയങ്കര ഗുർഗം ഭരിച്ചുറങ്ങുകയാണ്. കർത്താവ് കേട്ടില്ല. കർത്താവ് പറഞ്ഞ വാക്ക് കേട്ടില്ല, വചനം കേട്ടില്ല. അവർ എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിലെന്ന് പറഞ്ഞില്ലേ. 81:13 എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ. ശുസി ഒന്ന് ചിന്തിച്ച് നോക്കിയ എൻ്റെ മക്കളെ, എന്തുകൊണ്ട് കർത്താവ് തൻ്റെ വാക്ക് നമ്മളോട് പറയാൻ കാരണം എന്താ? എൻ്റെ ജനമായതുകൊണ്ട്. അതാണ് പ്രശ്നം. എൻ്റെ ജനം. ആ വാക്ക് എന്ത് ഇൻറ്റിമസിയാണെന്നറിയാവോ? ഈ വചനം പാലിക്കുന്നതിനെക്കുറിച്ച് കർത്താവ് എന്താ പറയണത്? വൈ ഐ ആം ഗിവിങ് യു മൈ വേർഡ് ബിക്കോസ് യു ആർ മൈ പീപ്പിൾ. മൈ പീപ്പിൾ, എൻ്റെ ജനം എന്നാണ് പറയണത്. ഉടമ്പടി സ്വന്തമാക്കും നമ്മളെ ദൈവത്തിൻ്റെ. അതുകൊണ്ടാണ് പറയണത് എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ ഞാൻ അതിവേഗം. കാര്യം എന്താണ്? അതിവേഗം നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ വേണ്ടി വെമ്പല കൊണ്ട് നിൽക്കുന്ന ഒരു ദൈവമാണ് ബൈബിളിലുള്ളത്. അല്ലാതെ നമുക്ക് നിയമം തന്നിട്ട് നമുക്ക് നിയമം പാലിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് പുറകെ നടക്കുകയല്ല. പോലീസൊന്നുമല്ല ദൈവം.
അതായത് നമ്മളുടെ ജീവിതത്തിൽ യു മസ്റ്റ് റീഡ് ദ മൈൻഡ് ഓഫ് ഗോഡ്. എന്താ കാരണം? നമ്മുടെ ജീവിതത്തിൽ എത്രയും വേഗം ഇടപെടാൻ വേണ്ടി കൊതിച്ച് വെമ്പി നിൽക്കുന്ന ഒരു ദൈവമാണ്. അതാണ് എൻ്റെ ജനമെന്ന് പറയുന്നത്. എൻ്റെ ജന, എൻ്റെ കർത്താവ് നമ്മൾ പറയുന്ന പോലെ തിരിച്ചു പറയണത് എൻ്റെ ജന എന്ന് പറഞ്ഞത്. എൻ്റെ ജോസഫ്, എൻ്റെ മനോജ്, എൻ്റെ സന്തോഷ്, എൻ്റെ എഡ്വേഡ് അങ്ങനെയൊക്കെ പറയാം. ദൈവം ഇങ്ങനെയാണ് സംസാരിക്കുന്നത്, എൻ്റെ ചേർത്താ പറയണത്. ഈ ഒരു ബോധം നമുക്കുണ്ടാകണം. അതിന് നമുക്ക് ദൈവസ്നേഹം വേണം. എനിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്? നിങ്ങൾ ദൈവസ്നേഹം ഇല്ല എന്നല്ലേ പറയണത്. 5:42 യോഹന്നാൻ്റെ സുവിശേഷത്തിൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ട കാര്യമില്ല. എന്താ കാര്യം? എനിക്ക് നിങ്ങൾക്ക് ദൈവസ്നേഹം ഇല്ല എന്നാണ്. ദൈവസ്നേഹം, അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 5:42. ഞാൻ നിങ്ങളോട് സംസാരിക്കത്തില്ല, നിങ്ങൾ എന്നെ സ്തുതിക്കാൻ വേണ്ട, എനിക്ക് നിങ്ങളുടെ മഹത്വം വേണ്ട. എന്താ കാര്യം? എനിക്ക് നിങ്ങളുടെ മഹത്വം വേണ്ട. എന്താ കാര്യം? നിങ്ങൾക്ക് ദൈവസ്നേഹം ഇല്ലെന്ന്. ദൈവസ്നേഹം ഇല്ലാത്തിടത്തുനിന്ന് ദൈവസ്തുതികൾ ആവശ്യപ്പെടത്തില്ല, ദൈവസ്തുതികൾ അംഗീകരിക്കത്തില്ല. കാര്യം ബേസിക്കായിട്ട് നമുക്ക് വേണ്ടത് ദൈവസ്നേഹമാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങയെ മഹത്വപ്പെടുത്താൻ ആവശ്യമായ ദൈവസ്നേഹത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണം. ദൈവസ്നേഹമെന്ന പുണ്യത്താൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അഭിഷേകം ചെയ്യണമേ. ഉടമ്പടിയോട് വിശ്വസ്തരായിരിക്കാം. ചൊരിയണമേ. ലോകനാഥ പ്രാണനാഥ ആരാധിച്ചു നമിക്കുന്നേ. ലോകനാഥ പ്രാണനാഥ ആരാധിച്ചു നമിക്കുന്നേ. ലോകനാഥ പ്രാണനാഥ ആരാധിച്ചു നമിക്കുന്നേ. ലോകനാഥ പ്രാണനാഥ ആരാധിച്ചു നമിക്കുന്നേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പോൾ ദൈവസ്നേഹം നഷ്ടപ്പെടും. ഇപ്പം നമ്മൾ എന്താ പറഞ്ഞത്? എനിക്ക് നിങ്ങളെ മഹത്വം, ഞാൻ നിങ്ങളിൽ നിന്ന് മഹത്വം അന്വേഷിക്കണില്ല, സ്തുതിപ്പ് അന്വേഷിക്കണില്ല, പ്രാർത്ഥന അന്വേഷിക്കണില്ല. എന്താ കാരണം? നിങ്ങൾ ദൈവസ്നേഹമില്ല. അതാണ് യോഹന്നാൻ 5:42. അപ്പോൾ നമ്മളിൽ ദൈവ ഉടമ്പടി എടുക്കുന്ന ഓരോ വ്യക്തികളിലും ആദ്യം വേണ്ടത് എന്താണ്? ദൈവസ്നേഹമാണ്. ഇന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ ഉടമ്പടി എടുത്തവരും ഞങ്ങൾ ഉടമ്പടി എടുക്കാൻ പോകുന്നവരും എല്ലാവരിലും ദൈവസ്നേഹം നിറക്കണമേ. അങ്ങയുടെ വചനം അതുപോലെ നിവർത്തിയാക്കാൻ ഞങ്ങളിൽ ദൈവസ്നേഹം നിറക്കണമേ. ഓ കർത്താവേ, ഇപ്പോൾ ഞങ്ങളിലെ ദൈവസ്നേഹം നിറക്കണമേ. അവേ പരിശുദ്ധമ്മേ, ഞങ്ങളിൽ ദൈവസ്നേഹം നിറയുന്നതിനായി മാധ്യസ്ഥം വഹിക്കണമേ. പിതാവായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രിയബന്ധുവായിരിക്കുന്ന പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളിൽ ദൈവസ്നേഹം നിറയാൻ ഇടയാക്കണമേ. ശ്രുതികട ദൈവസ്നേഹത്താൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഓരോ മക്കളെയും ആശീർവദിക്കണമേ. ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ജീവനാഥ ലോകനാഥ ആരാധനയും ആരാധനയും സ്തുതിയും. ജീവനാഥ ലോകനാഥ ആരാധനയും സ്തുതിയും. ജീവനാഥ ലോകനാഥ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജീവനാഥ ലോകനാഥ ആരാധനയും മക്കളുടെ ഓൺലൈൻ വിദ്യാഭ്യാസം സമർപ്പിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പുകഴ്ചയുണ്ടായിരിക്കട്ടെ. എപ്പോഴാണ് ദൈവസ്നേഹം നിറയണത്?
എപ്പോഴാണ് ദൈവസ്നേഹം കുറയണത്? എപ്പോഴാണ് ഉടമ്പടി എടുത്തിട്ട് പിന്നെ നമ്മൾ തളരുന്നത്? അത് എവിടെയെങ്കിലും അകപ്പെടുമ്പോഴാണ്. എവിടെയെങ്കിലും നമ്മൾ അകപ്പെട്ട് കാണും. നീ നിൻ്റെ കുടുംബ പ്രാർത്ഥന നടക്കണില്ലെന്ന് വിചാരിച്ചോ, നിൻ്റെ വ്യക്തി ജീവിതത്തിലും പ്രാർത്ഥന നടക്കണില്ല, നിൻ്റെ സ്നേഹപ്രവർത്തികളാ, കാരുണ്യ പ്രവർത്തികളാ, പ്രേക്ഷിത പ്രവർത്തികളാ, ഒന്നും നടക്കണില്ല. എൻ്റെ അർത്ഥം നീ എവിടെയോ അകപ്പെട്ടിട്ടുണ്ട്. അതാ കർത്താവ് ചോദിച്ച ഒറ്റ ചോദ്യമേ ഉള്ളൂ, വൈ ആർ യു സ്ലീപ്പിംഗ്? വൈ ആർ യു സ്ലീപ്പിംഗ്? കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ച ഒരു ചോദ്യമാണ്, വൈ ആർ യു സ്ലീപ്പിംഗ്? നീ എന്തുകൊണ്ട് നിങ്ങൾ ഉറങ്ങുന്നു? ഒരു ഉറങ്ങുന്ന വിശ്വാസി പ്രാർത്ഥനയില്ല, കുമ്പസാരമില്ല, കുർബാനയില്ല, പലതരത്തിലും ആധ്യാത്മികമായി ഉറങ്ങുന്ന വിശ്വാസി എന്താണ് അവന് പറ്റിയിരിക്കുന്നത്? എന്താണ് അവൾക്ക് പറ്റിയിരിക്കുന്നത്? അവൾ അല്ലെങ്കിൽ അവൻ എവിടെയോ അകപ്പെട്ടിരിക്കുന്നു. കർത്താവ് പറഞ്ഞതല്ലേ, ഞാൻ പറഞ്ഞല്ലോ, നീ എവിടെയോ ദൈവപൈതലേ നീ എവിടെയോ അകപ്പെട്ടിട്ടുണ്ട്. പത്രോസോട് പറഞ്ഞു, പത്രോസേ അകപ്പെട്ടു. പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ ആ വാക്കാണ് കർത്താവ് ഉപയോഗിക്കുന്നത്. അപ്പം എവിടെയെങ്കിലും അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ 14, 38 നമ്മൾ വായിക്കുന്നതാണ്. പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കുവാൻ. എവിടെയോ അകപ്പെട്ട മനുഷ്യന് മാത്രമേ ഉറങ്ങാൻ പറ്റത്തുള്ളൂ. പത്രോസ് ഉറങ്ങിയതിൻ്റെ കാരണങ്ങൾ കർത്താവ് മനസ്സിലാക്കി. ഒരു പ്രലോഭനമാണ്, ഏതോ ഒരു പ്രലോഭനം. കർത്താവ് ചോര വിയർക്കുന്നു, കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു, തങ്ങൾക്ക് ആരുണ്ട്, ഇനി തിരിച്ച് വെള്ളോട്ട് പോകേണ്ടി വരുമോ? ഇങ്ങനെ ദൈവത്തെക്കാളുപരി സ്വന്തം വിശ്വാസങ്ങളെ, സ്വന്തം ജീവിതത്തെക്കുറിച്ച് വല്ലാണ്ട് ചിന്തിച്ചകപ്പെട്ടു പോയി. നിൻ്റെ ജീവിതത്തെക്കുറിച്ച് നീ വല്ലാണ്ട് ചിന്തിച്ചകപ്പെട്ടാൽ ഉറങ്ങാനുള്ള സാധ്യതയുണ്ട്. നിൻ്റെ ജീവിതത്തെക്കുറിച്ച്, നിൻ്റെ കുടുംബത്തെക്കുറിച്ച്, നിൻ്റെ ജോലിയെക്കുറിച്ച്, വിദ്യാഭ്യാസത്തെക്കുറിച്ച് നിനക്ക് ചിന്തിക്കാം. പക്ഷെ അകപ്പെടുന്ന രീതി ചിന്തിക്കേണ്ട കാര്യമില്ല. കാര്യം എന്താണ്? നിൻ്റെ കർത്താവ് ചോര വിയർക്കുമ്പോഴും ഉണർന്ന് തന്നെ നിന്റെ കൂടെ ഉണ്ട്. ദൈവപൈതലേ സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ചോര വിയർക്കുമ്പോഴും കൂടെയുണ്ട്. ആരാധന, 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 യേശുവേ ആരാധന, യേശുവേ ആരാധന, നമ്മൾ ഉറങ്ങുമ്പോൾ മാത്രമല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളിൽ ദൈവത്തെക്കാൾ വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അകപ്പെട്ടു പോകുമ്പോൾ മാത്രമല്ല നമ്മൾക്ക് ദൈവികമായ ഇടപെടൽ താമസിക്കുന്നത്. അപ്പോൾ ദൈവികമായ ഇടപെടൽ താമസിക്കാനുള്ള കാരണം എന്താ? നമ്മൾ അകപ്പെട്ടു പോയത് കൊണ്ടാണ്. എവിടെയോ എന്തോ ചിന്തയിലും, എന്തോ പ്രലോഭനങ്ങളിലും, എന്തോ അരുതാത്ത കെട്ടുപാടുകളിലൊക്കെ അകപ്പെട്ടു പോയി. ഇനി ചാരി നിന്നാലും പണി കിട്ടും നമുക്ക്. ബൈബിൾ പറയുന്ന രണ്ടാമത്തെ സംഭവമാണ് ചാരി നിൽപ്പ്. ആരെങ്കിലും ചാരി നിന്നാലും നമുക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട്. എന്താ അങ്ങനെ പറയുന്ന കാര്യത്തിൽ ദൈവവചനം കേൾക്കാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം, കാര്യം ഇപ്പോൾ ഉടമ്പടിയുടെ ഒരു പ്രാധാന്യം എന്താണ്? ഉടമ്പടിയുടെ കണ്ടന്റ് എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ എന്ന് പറയുന്നതും സങ്കീർത്തനം 81:14 അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് പറയുന്ന യോഹന്നാൻ 2:5 വൺ ആൻഡ് സെയിം തിങ്. കർത്താവിൻ്റെ വചനം കേൾക്കുക. കർത്താവിൻ്റെ വചനം കേൾക്കാത്ത ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഒരേ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളൂ, അത് ഗെത്സമനാണ്. അതിൻ്റെ കാരണം എന്താണ്?
അവരകപ്പെട്ടു പോയത് കൊണ്ടാണ്. എന്തോ പ്രലോഭനങ്ങളിൽ അവർ അകപ്പെട്ടു പോയി. കർത്താവിനേക്കാളിൻ്റെ സാന്നിധ്യത്തെക്കാൾ ഉപരി വേറെ ചില കാര്യങ്ങൾ ചിന്തിച്ചിട്ട് അവർ അകപ്പെട്ടു പോയി. അതുകൊണ്ടാണ് മർക്കോസിൻ്റെ 14:37-38 പറയണത്, അകപ്പെടാതിരിക്കണം. ഇനി അകപ്പെടാതിരിക്കുമ്പോഴാണ് അകപ്പെട്ടിരിക്കുമ്പോഴാണ് സാധാരണ കർത്താവിൻ്റെ വചനം കേൾക്കാതിരിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കണം, എന്തിലാണ് നിങ്ങൾ ഉടമ്പടി എടുത്ത ആൾക്കാർ എന്തിലാണ് അകപ്പെട്ടിരിക്കണം ചിന്തിക്കണം. ഏത് വ്യക്തിയിലാണ് അകപ്പെട്ടിരിക്കുന്നത്, ഏത് വിഷയത്തിലാണ് അകപ്പെട്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കണം. അപ്പോൾ അങ്ങനെ ചിന്തിച്ച് വരുമ്പോൾ രണ്ടാമത്തെ സംഭവം എന്താണ്? ദൈവവചനം കേൾക്കാതിരിക്കാനുള്ള, അതനുസരിച്ച് ജീവിക്കാതിരിക്കാനുള്ള രണ്ടാമത്തെ കാര്യം എന്താ? ചാരി നിൽപ്പാണ്. ചാരി നിന്നാലും പണി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ചാരി നിൽപ്പാ? എനിക്ക് ചാരി നിൽപ്പ് എവിടെ നിന്ന് കിട്ടിയെന്നറിയാവോ? ഞാനിതുപോലെ കർത്താവിൻ്റെ വചനം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വായിച്ചുകൊണ്ടിരിക്കുമോ? എപ്പോഴും വായിക്കുമോ? എല്ലാ ദിവസവും വായിക്കും. എൻ്റെ മേശയിൽ എൻ്റെ വർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ മേശയിൽ നിന്ന് എഴുന്നേറ്റ് എൻ്റെ വർക്കിംഗ് ടേബിളിൽ നിന്ന് എഴുന്നേറ്റ് പുറത്ത് പോയിച്ചും ഒന്ന് കറങ്ങി നമ്മുടെ കൃപാസനത്തിൻ്റെ ഓഫീസൊക്കെ നോക്കിയിട്ട് തിരിച്ചു വന്നിരുന്നാലും ഭജനം എടുത്ത് വായിച്ചിട്ടാണ് ഞാൻ അടുത്ത വർക്ക് തുടങ്ങണത്. ഭജനം എടുത്ത് വായിച്ചിട്ടാണ് അടുത്ത വർക്ക് തുടങ്ങണത്. അപ്പോൾ ഇത് വചനം ഇങ്ങനെ നിരന്തരം കർത്താവിനെ അന്വേഷിക്കുന്ന കാരണം കർത്താവ് എനിക്ക് ചില നോട്ടുകൾ തരും. കാര്യം വായിക്കുന്നതിൻ്റെ അന്തരാർത്ഥങ്ങൾ അപ്പോൾ എനിക്ക് മനസ്സിലായി, ചാരി നിന്നാലും ഉടമ്പടി ലംഘിക്കാൻ സാധ്യതയുണ്ട്. കർത്താവിൻ്റെ വചനം കേൾക്കാതിരിക്കാൻ സാധ്യതയുണ്ട്. ദൈവം അതിവേഗം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ദൈവ അനുഭവങ്ങൾ താമസിക്കാൻ കാരണം ഒന്നെന്താണ്? അകപ്പെട്ടിരിക്കുന്നത്, അപ്പോസ്തലന്മാരെ പോലെ. രണ്ടാമത്തെ എന്താണ്? ചാരിനിപ്പ്. എന്താ ചാരിനിപ്പെന്ന് പറയണത്? ചാരിനിപ്പെന്ന് പറയണതേ, പണ്ട് ഇസ്രായേൽക്കാർക്ക് ഒരു പ്രശ്നമുണ്ടായി. ഭയങ്കരമായ ഗംഭീര ക്ഷാമം വന്നു. ഇസ്രായേൽക്കാർക്ക് ഗംഭീരമായ ക്ഷാമം വന്നു. ഇപ്പോൾ ക്ഷാമം വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു. ക്ഷാമം വന്നിട്ട് ഭയങ്കര ക്ഷാമം. കാര്യം ഒരു 8 ഷെക്കലിന് ഒരു കഴുതത്തല കിട്ടുന്ന കാലം. ഇപ്പം കൊല്ലത്തൊക്കെ ചെല്ലുമ്പം വലിയ മീൻതല കിട്ടും. അവിടെ എഴുതിയിട്ടുണ്ട് മീൻതല ഉള്ള ചില ഹോട്ടലുണ്ട്. വലിയ മീനിൻ്റെ തല ബോട്ടുകാരൊക്കെ കൊണ്ടുവരണത് പോലെ ഭയങ്കര വിലയാണ് അതിന്. ഇതുപോലെ ഇസ്രായേലിൽ കഴുതത്തല തിന്നുമായിരുന്നു ആൾക്കാർ. പക്ഷെ അതിനധികം വിലയൊന്നുമില്ല, അരശക്കൽ പോലും ഇല്ല. പക്ഷേ ക്ഷാമം വന്നപ്പോൾ കഴുതത്തലയുടെ വില കൂടി, അതിന് 8 ഷെക്കലായി. അപ്പോൾ നോക്കിയേ, അത്രയും പട്ടിണിയായി. അമ്മമാരും സ്വന്തം മക്കളെ തിന്നണ കാലമാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിറിയക്കാർ വന്ന് ഇസ്രയേലിൻ്റെ കവാടം ഉപരോധിച്ചു. അവർക്ക് പാടശേഖരത്തിൽ പോകാനോ വെള്ളം എടുക്കാനോ പോലും പറ്റാത്ത അവസ്ഥയിൽ ഇസ്രയേൽ നഗരം സിറിയൻ പട്ടാളം ഉപരോധിച്ചു. അങ്ങനെ വന്നതോടുകൂടി അവർക്ക് പട്ടിണിയായപ്പോൾ ജനങ്ങളൊക്കെ, രാജാവ് വരെ ചാക്കുടിക്കണ ഒരു കാലം. അപ്പോഴാണ് എലീശ പ്രവാചകൻ വന്നിട്ട് പറയും, വിഷമിക്കണ്ട, കർത്താവ് അരുളി ചെയ്യുന്നു എന്നാ പറയണേ. കർത്താവ് എന്നോട് പറഞ്ഞെന്ന്, ദൈവവചനമാ. കർത്താവ് അരുളി ചെയ്യുന്നു, അല്ലാതെ എലീശ അല്ല അരുളി ചെയ്യണത്. കർത്താവ് അരുളി ചെയ്യുന്നു. എന്താണ്? നാളെ ഈ സമയമാകുമ്പോൾ നിങ്ങൾ സമറിയായുടെ കവാടത്തിങ്കൽ എന്ത് സംഭവിക്കും? ഒരു അളവ് ഗോതമ്പിന് 2 ഷെക്കലും 2 അളവ് ബാർലിക്ക് 1 ഷെക്കലിനും, അതെന്നുവെച്ചാൽ നിസ്സാരമായിട്ടാണ് ഈ പറയണത്. വെച്ചാൽ പട്ടിണിയായിട്ടൊന്നുമില്ല, ബാർലിയുമില്ല, ഗോതമ്പുമില്ല, ജനങ്ങളുടെ നമുക്ക് ചോറില്ലാത്ത പോലെ അരിയില്ലാത്ത അവസ്ഥയാണ്, ഒന്നുമില്ലാത്ത അവസ്ഥയാണ് തിന്നാൻ. അപ്പോൾ പക്ഷേ പ്രവചനം എന്താ? ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. അകപ്പാടെ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്? മരണം മാത്രമേ ഉള്ളൂ. ഒരു ജനതയുടെ ജീവിതത്തിൽ മരണം മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്ന സമയത്ത് കർത്താവ് അരുളി ചെയ്യുന്ന വചനങ്ങളുണ്ട്. എന്താണ്? നാളെ ഇവിടെ സമറിയായുടെ കവാടത്തിങ്കൽ എന്ത് സംഭവിക്കും? ഇതുവരെ ഇസ്രായേൽക്കാർ സമറിയയുടെ കാര്യമാണ് പറയണത്. സമറിയായുടെ കവാടത്തിങ്കൽ ഗോതമ്പും ബാർലിയും 1 ഷെക്കലിന് കൊടുക്കുമെന്ന് പറയും. അത് 10 കൊല്ലം കഴിഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. കാര്യം അത്ര അവസ്ഥയാണ്. സമറിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബലിഷ്ടമായിട്ടുള്ള ഒരു പട്ടണമാണ്. അവിടെ ആ പട്ടണത്തെ ഭേദിക്കാൻ ഈ പട്ടിണി പാവങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാതെ ഇരിക്കുന്ന ആൾക്കാരാണ് ഇപ്പം.
സിറിയക്കാർ വന്ന് ഇസ്രായേലിനെ ഉപരോധിച്ചിട്ട് ഇവർക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ഇവർ പുറത്തിറങ്ങാതെ എങ്ങനെ സമറിയക്കാരുടെ രാജ്യത്ത് ചെന്നിട്ട് അവിടുന്ന് ബാർലി മേടിച്ചുകൊണ്ട് പോരും? അത് നടക്കാത്ത കാര്യമാണ്. സിറിയക്കാരാണ് ഇവരെ ഉപരോധിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നും നടക്കത്തില്ല. അപ്പോൾ ഉടനെ സേനാനായകൻ എന്താ സംഭവിച്ചിരിക്കുന്നത്? സേനാനായകൻ ചോദിക്കും, കർത്താവ് കിളിവാതിൽ തുറന്ന് പുറത്തെത്തിയാലും ഇതൊക്കെ വല്ലതും നടക്കുമെന്ന് ചോദിക്കും. ആ ചോദ്യം അതാണ്. കർത്താവ് സ്വർഗത്തിൻ്റെ കിളിവാതിൽ തുറന്ന് പുറത്തിറങ്ങിയാലും പറഞ്ഞാലും ഇതൊക്കെ വല്ലതും നടക്കുമെന്ന് ചോദിക്കും. അപ്പോൾ കർത്താവിൻ്റെ വചനമല്ലേ, കർത്താവിൻ്റെ വചനം. ഈ സേനാനായകൻ ഈ തല നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് വാലാടിയെന്നറിയാവോ? ആ സമയത്ത് ഇസ്രായേൽ രാജാവിനെക്കുറിച്ച് പറയണത്, അയാൾ ഈ സേനാനായകൻ്റെ ചുമലിൽ ചാരി നിൽക്കുകയായിരുന്നെന്ന്. രാജാവേ ഈ പൊട്ടൻ്റെ അടുത്ത് ചാരി നിൽക്കുകയാണ്. കാര്യങ്ങൾ തിരക്ക് ദൈവത്തിൻ്റെ ആലോചന കേൾക്കേണ്ടവൻ ഒരു കഴുതയേക്കാൾ വിലയില്ലാത്തവനെ ചാരി നിൽക്കുകയാണ്. അവനെന്താണ്? അവൻ സേനാനായകനായി പോയതിൻ്റെ അവൻ ആ ഒരു കുണാണ്ടറാണ്. അതുകൊണ്ട് അവനെ ചാരി നിൽക്കുന്ന രാജാവ് അവനെ ചാരി നിൽക്കുക. ബൈബിളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ പേപ്പട്ടിനെയാണ് കർത്താവിൻ്റെ അഭിഷിക്തൻ ചാരി നിൽക്കണത്. പിന്നെ എങ്ങനെ രാജ്യം തിരിയവരാണ്? അപ്പോൾ തന്നെ ചാരി രാജാവ് വരെ തന്നെ ചാരി നിൽക്കണ കാരണം ഇവന് അഹങ്കാരമായി. ഇവൻ ഉടനെ പറഞ്ഞ് കർത്താവിൻ്റെ സ്വർഗം തുറന്ന് കിളിവാതിൽ പുറത്തിറങ്ങിയാലും ഇതുവരെ നടക്കണ കാര്യമാണെന്ന് ചോദിച്ചു. ദാറ്റ് മീൻസ് അതിനെ തിരുത്താൻ രാജാവ് മുതിർന്നില്ല. കാര്യം എന്താണ്? അയാളെ ഇതുപോലെ പട്ടിണി കൊണ്ടും പ്രയാസം കൊണ്ടും അകപ്പെട്ട് നിൽക്കിയിരുന്നു. അകപ്പെട്ട് നിൽക്കുന്നവനാണ് ചാരി നിൽക്കണത്. പക്ഷേ കർത്താവിൻ്റെ വചനം ഉടനെ എലീശ പറഞ്ഞു. 2 രാജാക്കന്മാർ 7:1-2 2 രാജാക്കന്മാർ 7-1-2 വചനങ്ങളാണ്. എലീശ പറഞ്ഞു, കർത്താവിന്റെ വചനം ശ്രവിക്കുവിൻ, കർത്താവിന്റെ വചനം ശ്രവിക്കുവിൻ. അവിടുന്ന് അരുളി ചെയ്യുന്നു, നാളെ ഈ നേരത്ത് സമരിയായുടെ കവാടത്തിങ്കൽ ഒരളവ് നേരിയ മാവ് 1 ശെക്കലിനും 2 അളവ് ബാർലി 1 ശെക്കലിനും വിൽക്കപ്പെടും. രാജാവ് പടനായകന്റെ തോളിൽ ചാരി നിൽക്കുകയായിരുന്നു. പടനായകൻ ദൈവപുരുഷനോട് പറഞ്ഞു, കർത്താവ് ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്നു തന്നാലും ഇത് നടക്കുമോ? ഹല്ലേലൂയ. ഇതാണ് സേനാനായകൻ്റെ അവിശ്വാസം. അപ്പോൾ എലീശ പറയണത് എന്താണെന്നറിയാമോ? ഇത് നടക്കും, പക്ഷെ ഒരു കാര്യമുണ്ട്. ഇത് നടക്കുന്നത് നീ കാണും, പക്ഷെ അതിലൊന്നും ഒരു പിടി പോലും നീ തിന്നത്തില്ലെന്ന് പറയും. ഈ ദൈവവചനം അവിശ്വസിച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം അതാണ്. നമുക്ക് നേരെ ചൊവ്വേ പോകാൻ പറ്റത്തില്ല. പിന്നെ കാര്യം എന്താണ്? ഇത് നടക്കും, നിൻ്റെ കണ്ണുകൊണ്ട് തന്നെ നീ കാണും, പക്ഷേ ഒരു പിടി പോലും അതിൽ നിന്ന് നീ ഭക്ഷിക്കത്തില്ല. എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവ് ആ സമയമാകുമ്പോൾ ഒരു യുദ്ധക്കുളമ്പടി ഈ സമറിയക്കാരെ കേൾപ്പിക്കും. അവർ 4 കാലാവിനെ അവിടെ നിന്ന് ഓടിക്കളയും. അപ്പോൾ 2 കുഷ്ഠരോഗികൾ പറഞ്ഞു, നമ്മളെന്തിനാണ് സമറിയ കവാടത്തിൽ ഇവിടെ ഇസ്രായേലിൻ്റെ കവാടത്തിൽ ഇരിക്കണത്? നമുക്ക് ഇവിടെ നിന്നാലും നമ്മൾ പട്ടിണി കിടന്ന് ചാകും. അതുകൊണ്ട് കുഷ്ഠരോഗി പറയും, നമുക്ക് അവിടെ പോയി വില ഉണ്ടാകാൻ തിരക്കാം. അവർ നമ്മളെ കൊല്ലണമെന്ന് പറഞ്ഞ് ഇവർ ചെല്ലുമ്പോൾ അവിടെ ആരുമില്ല. അവരെല്ലാവരും നാടുവിട്ട് പോയി. കുഷ്ഠരോഗിയുടെ അകത്ത് കയറി ഈ നേരിയ മാവും ബാർലിയും എല്ലാം എടുക്കും. അങ്ങനെ നാട്ടുകാർ സമരം കവാടത്തിലേക്ക് ഇഴച്ച് കയറുമ്പോഴേ രാജാവ് ചെയ്ത ഒരു മണ്ടത്തരം, ഈ പൊട്ടനെ പിടിച്ചവിടെ സേനാനായകനല്ലേ, ആ നഗരത്തിൻ്റെ കാവൽക്കാരനായിട്ട് വെച്ചത് ഈ ആ മനുഷ്യനെ, ആ സേനാനായകനെ. ജനം ഇടിച്ച് കയറിയോടുകൂടി ഈ മനുഷ്യൻ താഴെ വീണ് അവിടെ പുറത്തുകൂടി ജനം കയറി ബാർലിയും ഗോതമ്പൊക്കെ കൈക്കിലാക്കി ജനം പിരിയുമ്പോൾ ഈ മനുഷ്യനോട് ചത്ത് കിടക്കണം. അതാണ് പറഞ്ഞത്, നീ അത് കാണും കർത്താവ് കൊടുക്കണത്, പക്ഷെ കർത്താവിൻ്റെ ഓഹരി നിനക്ക് കിട്ടത്തില്ല, അത് കാണാൻ നീ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. മക്കളെ, ദൈവവചനം വിശ്വസിക്കാൻ ഒരു കഴിവ് വേണം. ശരിക്കും ഉടമ്പടിയിൽ നമ്മൾ എടുക്കുമ്പോൾ ദൈവവചനമാണ്. ദൈവവചനം അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ അതനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ഇത് ഉടമ്പടി കർത്താവ് സമയച്ചുരുക്കം പ്രാപിക്കണത്. അതിന് കർത്താവിന് എന്തു മാർഗം വേണം? ഒരു മാർഗം വേണ്ട, കർത്താവ് മാത്രം മതി. കാര്യം ഒരു സ്വരമാണ്, ഒരു യുദ്ധത്തിൻ്റെ കുതിരക്കുളമ്പടി കേൾപ്പിച്ചാൽ മതി. എന്ത് മാർഗമാണ് ദൈവം ഉപയോഗിക്കണമെന്ന് നമുക്കറിയത്തില്ല. നിനക്ക് 3 കോടി കടമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിവിടെ ചെറുതുരുത്തിന്ന് ഒരു ചേച്ചി വന്ന് സാക്ഷ്യം പറഞ്ഞു. നമ്മളെ കലാമണ്ഡലത്തിൻ്റെ കഥകളി മോഹിനിയാട്ടമൊക്കെ പഠിപ്പിക്കണവർ, അവരിപ്പോൾ ന്യൂയോർക്കിൽ അതിൻ്റെ പരിപാടി. കലാമണ്ഡലം ജോൺ ആ സാക്ഷ്യം കിടപ്പുണ്ട്. അവർക്ക് 3 കോടി കടമാണ്.
അവർ ഉടമ്പടി എടുത്തിട്ട് ഇവിടുന്ന് പോയതിന് ശേഷം തിരിച്ച് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ട്രെയിൻ വരാൻ കുറച്ച് അല്പം സമയം. എങ്കിലും 300 രൂപ മുടക്കി അവർ തിരിച്ചു വന്ന് മാതാവിനെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടി കണ്ടിട്ട് പോകാമെന്ന്. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഒന്നുകൂടി മാതാവിനെ കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞ് ആലപ്പുഴയിൽ നിന്ന് അവർ തിരിച്ചു വരികയാണ്. 300 രൂപ മുടക്കി അവർ തിരിച്ചു വരുന്ന സമയത്ത് രാത്രി 9 മണിയായി. ഞാൻ മാത്രമുണ്ട്. ഞാനെ വിളിച്ച് എന്നാ ചേച്ചിയെന്ന് ചോദിച്ചു. പക്ഷേ എനിക്കൊന്ന് മാതാവിനെ ഒന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടി ഒന്നിട്ട് കാണാൻ വേണ്ടി വന്നു. എന്ത് വിശ്വാസമാണത്! അതാണ് ദൈവസ്നേഹം. ഞാൻ ഒന്നും ചെയ്തില്ല. എന്താ നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിച്ചു. പറഞ്ഞു എനിക്ക് 3 കോടി കടവണച്ച എങ്ങനെ ജീവിക്കുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു നമുക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഞാൻ അവരെ അങ്ങനെ പിടിച്ചു കൊണ്ടുവന്ന് അൽത്താറെ വെച്ചിട്ട് അൽത്താറയിൽ നിന്ന് കർത്താവിൻ്റെ കുരിശുരൂപത്തിൻ്റെ അവിടെ തല കുത്തി വെച്ച് അങ്ങോട്ടേക്ക്. ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾ പോയിക്കൊള്ളാൻ പറഞ്ഞു. കാര്യം എന്താ, ഞാനും തളർന്ന് നിൽക്കേണ്ട വാക്ക് പറയാൻ പറ്റും. രാവിലെയുള്ള ശുശ്രൂഷയാണ്, തളർന്ന് നിൽക്കുകയാണ്. പക്ഷേ ഇപ്പം ന്യൂയോർക്കിൽ നിന്ന് അവർ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നിരിക്കുന്നത് ഞാൻ. അതായത് പെട്ടെന്ന് അവിടെ സ്ഥലമൊക്കെ വിറ്റ് മാറിയത് സെക്കൻഡുകൾക്കുള്ളിൽ. അത്രയും ക്ലിയർ. കടങ്ങളെല്ലാം പരിഹരിച്ചു. ഏറെക്കുറെ 90% കടങ്ങൾ പരിഹരിച്ചു. സന്തോഷത്തോടെ ഇവിടെ തിരിച്ചു വരും. നിൻ്റെ ജീവിതം മറിയാൻ വേണ്ടി 1 സെക്കൻഡ് മതി കർത്താവിന്. പക്ഷേ ഇതുപോലെ നീ വിശ്വസിക്കണം, ഇതുപോലെ നീ സ്നേഹിക്കണം, ഇതുപോലെ നീ പ്രത്യാശിക്കണം. അതിന് കൃപയ്ക്ക് വേണ്ടി സ്തുതിക്കട്ടെ. ദൈവത്തിൻ്റെ ശക്തിക്കട്ടെ. സ്തുതിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന കർത്താവേ, ടി വി ചാനലുടെ ശുശ്രൂഷ കണ്ട് പ്രാർത്ഥിക്കുന്നവര്, യൂട്യൂബിലെ പ്രാർത്ഥിക്കുന്നവര്, കഴിയുന്നവര്, മഹാമാരി കഴിയുന്നവര് എല്ലാവരെയും സമർപ്പിക്കുന്ന ഈശോയെ, കഴിയുന്നവര് സമർപ്പിക്കുന്ന പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കാരുണ്യം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ ആരാധന. കർത്താവേ, രോഗമുള്ളവരെ, ഇവർ സംബന്ധമായ രോഗമുള്ളവരെ സമർപ്പിക്കുന്ന കർത്താവേ, ഇവരുടെ സമാധാനമില്ലാത്തവരെ സമർപ്പിക്കുന്ന കർത്താവേ, ലോകത്തിന്റെ ധാരാളം ഭാഗങ്ങളിൽ അതായത് നമ്മൾ 2 രാജാക്കന്മാർ 7:2 കണ്ടില്ലേ? അപ്രതീക്ഷിതമായി ദൈവം ഇടപെടും. കാര്യം നമ്മുടെ പ്രതീക്ഷകൾക്ക് അപ്പുറത്ത് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ. ഇന്നതുപോലെ നടന്നു കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങൾ ഇന്ന സമയത്ത് നടക്കും എന്നൊക്കെ നമുക്ക് ധാരണയില്ലേ? പക്ഷേ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ അയ്യോ ഇതെങ്ങനെ നടക്കാനാണ്? ഇപ്പോൾ ചാരി നിൽക്കുന്ന ആൾക്കാർക്ക് എന്താ പ്രശ്നം? ചാരി നിൽക്കുന്നവർ ചോദിക്കും, ആരെങ്കിലും നിങ്ങൾ ചാരി നിൽക്കണമെങ്കിലേ ബുദ്ധിയില്ലാത്തവന്മാർ ചാരി നിൽക്കത്തില്ലേ? പള്ളി പോകാത്തവന്മാരും പല്ല് ചേക്കാത്തവന്മാരൊക്കെ നിങ്ങൾ ചാരി നിൽക്കത്തില്ലേ? ദൈവവിശ്വാസമില്ലാത്തവരെ, യുക്തിവാദികളെയും അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരുമായിട്ടാണ് നിങ്ങൾ ചാരി നിൽക്കണമെങ്കിലേ നിങ്ങളുടെ കാര്യം പോക്കുക. എന്താ കാര്യം? പ്രയാസ നിമിഷങ്ങൾ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവർക്ക് സേനാനായകനെ പോലെ ഒത്തിരി സൈന്യങ്ങളുണ്ട്, ശക്തിയുണ്ട്, പക്ഷേ വിവരമില്ല, അവന് ജ്ഞാനമില്ല. അതുകൊണ്ടാണ് ആ സൈന്യാധിപൻ ചോദിച്ചത്. എന്നാ ചോദിച്ചത്? കർത്താവ് കിളിവാതിലോട് തുറന്നു വന്നാലും ഇതൊക്കെ നടക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ളവന്മാരെ രാജാവ് ചാരി നിന്നത് കൊണ്ടാണ് രാജാവിന് പണി കിട്ടിയത്. കർത്താവ് അവിശ്വസ്തനായില്ലേ? അവിശ്വസ്തനായി പോയില്ലേ? അപ്പോഴേ അതല്ലെങ്കിൽ അവരെ തിരുത്തണമായിരുന്നു രാജാവ്. നിനക്ക് വിശ്വാസത്തിനെതിരെ സംസാരിക്കുമ്പോൾ ആ ഇസ്രായേൽ രാജാവ് ചെയ്ത കുറ്റം എന്താണ്? അയാൾ തിരുത്തിയില്ല തൻ്റെ സേനാനായകനെ. എന്താ കാരണം? തൻ്റെ കഴിവുകളെല്ലാം നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചുകൊണ്ട് സേനാനായകനെ അയാൾ ചാരി നിൽക്കിയിരുന്നു. നിങ്ങൾ ചിലപ്പോൾ പലതരത്തിൽ പല വ്യക്തികളെ നിങ്ങൾ ചാരാം. സമ്പത്ത് തരാമെന്ന് പറഞ്ഞവരെ തരാം, കടം തരാമെന്ന് പറഞ്ഞവരെ ചാരാം. ഇങ്ങനെ ഓരോ മനുഷ്യനെ ചാരി കണ്ണ് കാണാൻ പാലാത്തവന്മാർ ചാരും. അല്ലെങ്കിലും കർത്താവിനെ കാണാൻ പാലാത്തവന്മാരെ ചാരും.
എന്താ കാര്യം എന്നറിയാവോ? പണ്ട് സാംസൺ ചാരിയില്ലേ? സാംസൺ കണ്ണും കാണാൻ പാടില്ലാതെ വന്നപ്പോഴാണ് പറഞ്ഞത്, ഒരു കൊച്ചോട് എന്താ പറഞ്ഞത്? നമ്മൾ വായിക്കുന്നുണ്ടേ, സ്തുതിക്കട്ടെ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആത്മീയമായ പുസ്തകത്തിലാണ്. സ്തുതിക്കട്ടെ ഹല്ലേലൂയ യേശുവേ ആരാധന 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധിക്കുന്ന ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് കർത്താവേ, വചന വെളിപാടുകൾ ജീവനാഥ ലോകനാഥ ആരാധിച്ചു നമിക്കുന്നേ. ജീവനാഥ ലോകനാഥ ആരാധിച്ചു നമിക്കുന്നേ. Praise the Lord. Praise the Lord. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ 16-ാം അധ്യായത്തിൻ്റെ 26 വാക്യം. ന്യായാധിപന്മാരുടെ പുസ്തകം 16:26. കൈക്ക് പിടിച്ചിരുന്ന ബാലനോട് സാംസൺ പറഞ്ഞു, ഒന്ന് ചാരി നിൽക്കാൻ കെട്ടിടത്തിൻ്റെ തൂണുകൾ എവിടെയാണ് എന്ന് ഞാൻ തപ്പി നോക്കട്ടെ. കണങ്ങണാൻ പറഞ്ഞുകൊണ്ടാണ്. ഇപ്പം നിങ്ങൾ ആരെങ്കിലുമൊക്കെ ചാരി നിൽക്കുന്നുണ്ടെങ്കിൽ, കർത്താവിനല്ലാതെ വേറെ ആരെ ചാരിയാലും നിങ്ങൾക്ക് കണ്ണ് കാണാൻ പോലെ നിർത്താം. കണ്ണ് തുറക്കണം ദൈവത്തിലെ. എത്ര ലക്ഷം കടമാണെങ്കിലും, ക്യാൻസർ 4ാം സ്റ്റേജിലാണെങ്കിലും നീ ആരെയും ചാരരുത്, കർത്താവിനെ മാത്രം ചാരണം. നീ ഒന്നിലും അകപ്പെടരുത്. ശിഷ്യന്മാർക്ക് സംഭവിച്ചത് അകപ്പെട്ടു പോയതാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ ഒന്നിലും അകപ്പെടാതിരിക്കാൻ, ഒന്നിനെയും ചാരാതിരിക്കാൻ അങ്ങയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് അങ്ങയുടെ വചനങ്ങള് അവസാന നിമിഷം വരെ നിറവേറ്റിക്കൊണ്ട് നിന്റെ കൃപയാൽ കർത്താവേ നിന്റെ സുവിശേഷത്തിന്റെ സാക്ഷിയാകാൻ എന്നെ അഭിഷേകം ചെയ്യണം. വന്ദനം തേ വന്ദനം ഈശുനാഥ ആത്മനാഥ വന്ദനം തേ വന്ദനം. Praise the Lord. അവസാനമായി ജ്ഞാനം 11:6-7. രക്തരൂക്ഷിതമായി കലങ്ങി മറിഞ്ഞൊഴുകുന്ന നദിക്ക് പകരം അവിടുന്ന് അവർക്ക് അപ്രതീക്ഷിതമായ രീതിയിൽ സമൃദ്ധമായ ജലം നൽകി. പ്രൈസ് ദി ലോർഡ്. ഇതാ കർത്താവിൻ്റെ രീതി. സമറിയായിലെ കർത്താവ് ഒരു പദ്ധതി ഒരു പക്ഷേ നമ്മുടെ മുമ്പിലില്ല. ഇതെങ്ങനെ സുഖപ്പെടാനാണ്? ഡോക്ടർ പറഞ്ഞല്ലോ, അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കാൻ. എത്രയോ ചേച്ചിമാരാണ് ഇവിടെ സാക്ഷ്യം പറഞ്ഞത്. ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞതാണ് അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കാൻ. ഇപ്പം ഞാൻ തിരിച്ചു പറഞ്ഞ് കൃപാസനത്തിൻ്റെ ഉടമ്പടിയുടെ കാശ്രവം കൊണ്ടുപോയി ICUയിൽ വെച്ച് എൻ്റെ ഭർത്താവിന് നെഞ്ചത്ത് വെച്ചിട്ട് ഞാൻ തിരിച്ചു വന്ന് നേഴ്സിനോട് പറഞ്ഞു, അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചിട്ടുണ്ട് സിസ്റ്റർ എന്ന് പറഞ്ഞു. ആരാണ് നമുക്കറിയിക്കാൻ? നമുക്ക് നമ്മുടെ കർത്താവ് മാത്രം. അവർ ജീവനോടെ എഴുന്നേറ്റ് വീട്ടിലോട്ട് പോരുമ്പോഴുണ്ടാകുന്ന ഒരു വിശ്വാസമുണ്ട്. ദൈവത്തെ കൂടുതൽ അറിയാൻ, കൂടുതൽ അനുഭവിക്കാൻ, ദൈവം നിൻ്റെ കയ്യിൽ പിടിച്ചിരിക്കണം എന്നുള്ള ബോധ്യം ഉണ്ടാകാൻ വേണ്ടി മാത്രമാണ് നിൻ്റെ ക്ലേശങ്ങൾ. നീ ആരെയും ചാരി നിൽക്കാതെ, ഒന്നിനും അകപ്പെടാതെ, ഉടമ്പടി വചനങ്ങൾ പോലെ അവൻ പറഞ്ഞ പോലെ നിറവേറ്റിക്കൊണ്ട് അവസാനം വരെ വിശ്വാസം പ്രഖ്യാപിച്ച് ജീവിക്കാൻ നിന്നെ കർത്താവ് അഭിഷേകം ചെയ്യട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ജീവനാഥ ലോകനാഥ ആരാധിച്ചു നമിക്കുന്നേ. ജീവനാഥ ലോകനാഥ ആരാധിച്ചു നമിക്കുന്നേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ കർത്താവ് നിന്നെ തൊടും, കർത്താവ് നിന്നെ സ്പർശിക്കും. നിൻ്റെ മാർഗ രോഗങ്ങളായാലും, നിൻ്റെ തീരാവ്യാധികളായാലും, നിൻ്റെ ജീവിത ദുരിതങ്ങളായാലും, നീ എന്തിനു വേണ്ടി പരീക്ഷ എഴുതിയിരിക്കുന്നുവോ, എന്തിനു വേണ്ടി നീ എഴുതാൻ പോകുന്നുവോ, നിൻ്റെ ജോലിക്കാര്യമായാലും, നിൻ്റെ സാമ്പത്തിക മേഖലയായാലും, നിൻ്റെ വീടില്ലാത്ത അവസ്ഥയായാലും, വഴിയില്ലാത്ത അവസ്ഥയായാലും, ജീവിക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥയായാലും, നിൻ്റെ യാത്രയായാലും, യാത്ര മുടങ്ങിയതായാലും, യാത്ര പെൻഡിങ്ങിലായാലും, എല്ലാ മേഖലകളിലും നിൻ്റെ ദൈവം ഇപ്പോൾ നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു. നീ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നീ സ്വന്തമായ ശിരസിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ.
കർത്താവിന്റെ നാമത്തിന്റെ സ്ഥിരത കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. നിന്നെ വെച്ചിരിക്കുന്ന കൈകൾ കൊണ്ട് തന്നെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. അതിപ്പോൾ കർത്താവിന്റെ കൈകളാക്കി നീ മാറ്റും. മാറും. അമ്മ പരിശുദ്ധമ്മ നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കും. മാരക രോഗങ്ങളും തീരാവേദികളും ജീവിത ദുരിതങ്ങളും തടസ്സങ്ങളും ഇപ്പോഴും അടിപ്പെടുന്ന പോലെ വൈദ്യാഘാതം പോലെ നിന്റെ ജീവിതത്തിൽ നിന്ന് വിട്ടകലാൻ പോകുന്ന കർത്താവേ, നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ ഇപ്പോഴും മഹത്വപ്പെടുത്തുന്ന കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം കർത്താവേ ഇപ്പൊ പ്രകടമാക്കുന്ന കർത്താവേ. ഈശോ ഈശോ പൊന്നോ വെള്ളിയോ എന്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രായനായ യേശുവിന്റെ നാമത്തിൽ മാരക രോഗങ്ങള് തീരാവേദികള് ജീവിത ദുരിതങ്ങള് ജീവിത തടസ്സങ്ങള് യേശു നാമത്തില് മാറിപ്പോകട്ടെ, സൗഖ്യമാകട്ടെ. ശുദ്ധപരമധികാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, കർത്താവ് നമ്മൾ നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. അമ്മ സന്തോഷിച്ച് നിൽക്കുന്ന സമയമാണ്. കർത്താവ് തന്നെ തിരുമുൻപാട് വലത് കിടത്താൻ നിങ്ങളെ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ പിതാക്കന്മാരെ പകൽ മേഘസ്തംഭവും രാത്രി തീത്തൂണുമായി നയിച്ച ദൈവത്തിന്റെ വെളിച്ചവും തണലും നിന്റെ അവകാശവും നിന്റെ ഓഹരിയുമായി തിരഞ്ഞെടുക്കപ്പെട്ട ജനമേ, കർത്താവ് നിന്നെ അനുഗ്രഹിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട ദൈവ പൈതലേ, നിന്റെ മനസ്സിനാണെങ്കിൽ നിന്റെ ശരീരത്തിലാണെങ്കിൽ നിന്റെ ജീവിതത്തിലാണെങ്കിൽ ഇപ്പോഴെന്ത് വേദനയായാലും ഈ നിമിഷം നിന്നെ സ്പർശിക്കുന്നു. കർത്താവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവേ, കർത്താവേ നിന്റെ വിശുദ്ധ പൗരോഹിത്യം മഹത്വപ്പെടുത്തുന്ന കർത്താവേ, കർത്താവേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ പരിശുദ്ധമേ ദേവമാതാ 35 വർഷം അർപ്പിച്ച കൃപാനെ ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസ്ഥാനത്തറയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധമ്മയുടെ മധ്യസ്ഥത്തില് ജീവിത ദുരിതങ്ങള് ജീവിത തടസ്സങ്ങള് തകർന്നിരിക്കുന്ന മക്കള് യേശുവിന്റെ നാമത്തില് മാരക രോഗങ്ങള് യേശുവിന്റെ നാമത്തില് സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തില് മാരക രോഗങ്ങള് തീരാവേദികള് ജീവിത ദുരിതങ്ങള് ജീവിത തടസ്സങ്ങള് യേശുനാമത്തില് മാറിപ്പോകട്ടെ. സൗഖ്യങ്ങൾക്ക് നന്ദി പറയുന്നു. സത്യാത്മാവേ ആരാധിച്ചു ജീവാത്മാവേ സത്യാത്മാവേ ആരാധിച്ചു സ്വർഗതാര വന്ദനം പ്രാർത്ഥന കഴിയുമ്പോഴും എന്തുകൊണ്ടെന്നാ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും പങ്കിടുന്നതാകുന്നെന്ന് ഓർത്ത് ചെല്ലുക, ഏറ്റു ചെല്ലുക. കർത്താവേ, എല്ലാ ചിരങ്ങ് രോഗികളെയും അതുപോലെ തന്നെ കർത്താവ് ശരീരത്തിലെ വിസർപ്പ രോഗികളെയും അങ്ങയുടെ തിരുസനെ സമർപ്പിക്കുന്നു, സൗഖ്യത്തിനായി സമർപ്പിക്കുന്നു. കർത്താവെ, മക്കളില്ലാത്തവരെയും കർത്താവെ പലതരത്തിലുള്ള ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ ഉള്ളവരെയും അസ്ഥിരോഗമുള്ളവരെയും ത്വക്ക് രോഗമുള്ളവരെയും ശ്വാസകോശങ്ങളിലും അതുപോലെ തന്നെ വാദരോഗമുള്ളവരെയും കർത്താവിന്റെ വിശുദ്ധമായ തിരുരക്തം തളിക്കുന്നതിനായി സമർപ്പിക്കുന്ന ഉന്നതമായ നാമസ്വസ്ഥ കർത്താവെ, സ്രാവരോഗികളെ, പഴുപ്പ് വരുന്നവരെയും മൂത്രം അറിയാതെ പോകുന്നവരെയും രക്തസ്രാവക്കാർ രോഗികളെയും കർത്താവെ, രക്തം വാർന്നു പോകുന്ന രോഗങ്ങളുള്ള എല്ലാ മക്കളെയും അങ്ങയുടെ തിരുസനെ സമർപ്പിക്കുന്ന പലതരത്തിലുള്ള ക്ലേശങ്ങൾ ഭാഗവടപ്പെടി നടക്കാത്തവർ, വീടില്ലാത്തവർ, വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ കർത്താവെ, ആശുപത്രിയിൽ നിന്ന് പോരാനേ കഴിയാതെ ആശുപത്രി കർത്താവ് സ്ഥിരതാമസമായി പോകുന്നവർ കർത്താവെ, അവരെ പൂർണ്ണമായി അങ്ങേറ്റെടുക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവരെ സമർപ്പിക്കുന്നു. മൗനമായി പ്രാർത്ഥിക്കുക. കണ്ണടച്ച് സമാപനാശീർവാദമാണ്. നിങ്ങളുടെ ജീവിതാവസ്ഥകൾ, ജീവിതാവശ്യങ്ങൾ പരിശുദ്ധ മാതാവിന് മധ്യസ്ഥതയെ സമർപ്പിച്ചുകൊണ്ട് മൗനമായി പ്രാർത്ഥിക്കുക ദിവ്യകാരുണ്യത്തോടെ. മാത്രം ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ രോഗങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളെ സൗഖ്യപ്പെടുന്ന നന്ദി പറയുന്നു. കുടുംബങ്ങള് ഉടമ്പടി എടുത്തിട്ടുള്ളവരെ അവരുടെ കുടുംബങ്ങളെ ആശീർവദിക്കുന്ന
ആരാധന ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും 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 ഉണ്ടായിരിക്കട്ടെ. ആവേ 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 മരിയ ആവേ 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 മരിയ. പ്രിയമുള്ളവരെ, പതിവ് പോലെ ഇന്ന് 5 മണിക്ക് തന്നെ നിയോഗ ജപമാല, തുടർന്ന് മരിയൻ തീർത്ഥയാത്ര, സാക്ഷ്യ പ്രഘോഷണവും ദിവ്യകാരുണ്യ സൗഖ്യ ആരാധനയും പ്രാർത്ഥനാപൂർവ്വം പങ്കെടുക്കുക. ഈ ശുശ്രൂഷ നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഷെയർ ചെയ്യുക. ഒരൊറ്റ ഷെയറിങ്ങിലൂടെ 10,000 കർത്താവിൻ്റെ സുവിശേഷം എത്തിക്കുക. അങ്ങനെ കർത്താവിൻ്റെ സുവിശേഷ പ്രഘോഷകരായിട്ട് മാറുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.